എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കാശ്മീരിലെത്തിയിട്ട് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ടൂറൊക്കെ വന്നു കഴിയുമ്പോൾ സാധാരണ വിനോദസഞ്ചാരികളുള്ള ആളുകൾ കാണാൻ പോകുന്ന സ്ഥലത്തിൽ ഒന്നാണ് പെഹൽഗാം. പെഹൽഗാമിൽ ഒരുപാട് വ്യൂ പോയിന്റുകളും പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് കാണാനുണ്ട്. അതിൽ പക്ഷേ ഞങ്ങൾ പോകുന്നത് ബൈസരൺ വാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അതായത് ഇവിടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൺ വാലിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതുപോലെ തണുപ്പിൻ്റെ ആലസ്യമൊക്കെ മാറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് യാത്ര തുടങ്ങാൻ എങ്ങനെയായാലും 11 മണിയൊക്കെ ആവും. അപ്പോൾ എന്തായാലും ഇന്ന് അതുപോലെ തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് യാത്ര തുടങ്ങുമ്പോൾ. ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ടൊരു റൂട്ടാണിത്. പെഹൽഗാമിലേക്ക് മാത്രമല്ല, അത് അമർനാഥിലേക്കുള്ള തീർത്ഥാടകരും അതേപോലെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ആളുകളൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. അതിൽ അത്യാവശ്യം തിരക്കില്ലാത്ത കുറച്ച് വലിയൊരു ടൗണായിട്ടുള്ള ബിജ് ബെഹറിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ടൊരു 85 കിലോമീറ്റർ ദൂരവും ഒരു 2-2.5 മണിക്കൂറോളം സമയ യാത്രയുണ്ട് നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള പെഹൽഗാമിലും അവിടുന്ന് അങ്ങോട്ട് ബൈസരൺ വാലിയിലേക്കും. പെഹൽഗാമിൽ നിന്ന് നമ്മൾക്കൊരു ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്ററോളം ദൂരം ഒന്നിലേ നടന്ന് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ് കുതിരക്കുപുറത്ത് കയറി പോകാനുണ്ട് ബൈസരൺ വാലിയിലേക്ക്. പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞ് ഏതാണ്ടൊരു 2-2.5-3 മണിക്കൂർ കൊണ്ട് ബൈസരൺ വാലി കാണാനുള്ള യാത്ര. അവിടുന്ന് ബൈസരൺ വാലി കണ്ടിട്ട് 5 മണിയോടുകൂടി മടങ്ങുക എന്നുള്ളതാണ് പ്ലാൻ. ഇപ്പോൾ നമ്മൾ പോണ വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടൗണായിട്ടുള്ള അനന്ത്നാഗ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിജ് ബെഹറ കഴിഞ്ഞു അനന്ത്നാഗാണ് നമ്മുടെ അടുത്ത ടൗൺ നമുക്ക് കിട്ടിയത്. കാശ്മീരിലെ പ്രധാനപ്പെട്ടൊരു നദിയായിട്ടുള്ള ചലം നദീൻ്റെ മുകളിലേക്കുള്ള ഒരു പാലത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മിക്കവാറും എല്ലാ ടൗണുകളിലൊക്കെ ഈ കെട്ടിടങ്ങളൊക്കെ ഒരു നിർമ്മാണ രീതി, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. മിക്കവാറൊക്കെ കുറച്ച് പഴക്കമൊക്കെ തോന്നിപ്പിക്കുന്ന ബിൽഡിങ്ങുകളായിരിക്കും ഉണ്ടാവുക. പുതിയ ബിൽഡിങ്ങുകൾ അതുപോലെയുള്ള നവീകരണം നടന്ന കെട്ടിടങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ യാത്രയിൽ 5 ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ബസ്സിലുള്ളത്. ഇത് ഞങ്ങൾ ബസ്സിൻ്റെ ഡ്രൈവർ. ഖത്തറിൽ നിന്നാണ് ബസ് ഞങ്ങൾക്ക് കിട്ടിയത്, ജമ്മുവിലെ ഖത്തറിൽ. അതുപോലെ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ വണ്ടൂരുള്ള കാരവാൻ ട്രാവൽസ് മുഖാന്തരമാണ് ഞാൻ ഈ യാത്ര വന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ എറണാകുളം അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളായിട്ട് വേറൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പും ഞങ്ങൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരിലെത്തിയിട്ടിപ്പോൾ 3-ാമത്തെ ദിവസമാണെന്ന്. ഇനി 2 ദിവസം കൂടി ഞങ്ങളിങ്ങനെ ഈ ടീമായിട്ടായിരിക്കും ഞങ്ങളുടെ യാത്രകളൊക്കെ. ഈ കാശ്മീർ കാണാനുള്ള, കാശ്മീരിലെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കാണാനുള്ള യാത്രകളൊക്കെ ഈ ടീമിൻ്റെ കൂടെ ആയിരിക്കും. ഗ്രൂപ്പിൽ ഏകദേശം എല്ലാവരും ഇതേപോലെ തന്നെ ആദ്യമായിട്ട് കാശ്മീരിൽ വരുന്നവരാണ്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇലയൊക്കെ പൊഴിച്ചിരിക്കുന്ന ഒരു ആപ്പിൾ തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പോഴും ഇതിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കായിട്ട് ആപ്പിൾ തോട്ടത്തിൽ പല കാഴ്ചകളും ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആപ്പിളത്തോട്ടം തുറന്നു കിടക്കുന്ന സമയം കൂടിയാണ്. ഉണങ്ങി കിടക്കുന്ന തോട്ടമാണെങ്കിലും അവിടെ ഇപ്പോഴും ഒരു വിളവെടുപ്പിൻ്റെ സമയത്ത് ഉള്ള പല ഉൽപ്പന്നങ്ങൾ, ജാമുകൾ, അച്ചാറുകൾ, ഇങ്ങനെയുള്ള കൃഷിക്കാരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കാത്തു വെച്ചിട്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്കായിട്ട് തുറന്നു വെച്ച പല ആപ്പിൾ തോട്ടങ്ങളും ഉണ്ട്, കാഴ്ചക്കായിട്ട് മാത്രം. അതിലുള്ള മരത്തിലുള്ള ആപ്പിളുകളൊക്കെ കൃത്രിമമാണ്, അല്ലെങ്കിൽ പഴയതാണ്, കേടുവന്നതൊക്കെ ആണെങ്കിലും
ഇവർ ഇതേപോലെ ഈ അച്ചാറുകളും അതുപോലെ സ്ക്വാഷുകൾ, ജാമുകൾ, ഇങ്ങനെയുള്ള ഈ ആപ്പിളിൻ്റെ പലതരം വെറൈറ്റി പ്രൊഡക്റ്റുകളും ടൂറിസ്റ്റുകൾക്കായിട്ട് ഈ ഇത്തരത്തിലുള്ള തോട്ടങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അവിടെ ഇറങ്ങി ഈ ആപ്പിൾ തോട്ടങ്ങൾ, ഫാം സന്ദർശിക്കാനും അവിടെ നിന്നുള്ള ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കാണാനും ഒക്കെയുള്ള സൗകര്യം ഇവർ ഈ കൃഷിക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇറങ്ങുന്ന ടൂറിസ്റ്റുകൾക്കായിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പ്രാവുകളും അതേപോലെ മുയലുകൾ, ഇങ്ങനെയുള്ള കൃഷിക്കാരുടെ വളർത്തുജീവികളെയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇവരെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമൊക്കെ ഇവർ തരും. അതിന് നമ്മളതിന് ചെറിയൊരു ഫീസ് കൊടുക്കണമെന്ന് മാത്രം. അതുപോലെ ഈ ഒരു കുട്ടികളെ പരിചയപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത്, നമുക്ക് നമ്മുടെ നാട്ടിൽ ഇവിടെ വേനലാവധി, അതായത് സമ്മർ വെക്കേഷൻ ഉള്ള പോലെ കാശ്മീരിലൊക്കെ ഇപ്പോൾ വിൻ്റർ വെക്കേഷനാണ്. ഇവർക്ക് വിൻ്റർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 മാസമാണ് വിൻ്റർ വെക്കേഷൻ. അവർക്ക് സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ സമ്മർ വെക്കേഷൻ ഉണ്ടാവും. വിൻ്റർ വെക്കേഷനാണ് അവർക്ക് കൂടുതൽ. തണുപ്പ് കൂടുന്ന സമയത്ത് അവർക്ക് സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഇവരിങ്ങനെ ഓരോ കൃഷി ഇവരെ രക്ഷിതാക്കളെ, അവരെ അച്ഛനന്മാർ കൃഷി സഹായിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടൊക്കെ നടക്കും. ചിലർ ഇപ്പോൾ നമ്മൾ ഈ കണ്ട കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഈ പിഗ്മി ടൈപ്പാണ്. അതായത് ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നാടോടികളെ പോലെ കാലികളൊക്കെ മേയിച്ച് പോകുന്ന അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര മടിയും പ്രശ്നമുള്ള കാര്യമാണ്. ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു തന്നാലും അവർ രക്ഷിതാക്കളെ സമ്മതം വാങ്ങിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. അങ്ങനെ ചലം നദീൻ്റെ തീരത്തു കൂടെ നമ്മൾ പഹൽഗാമിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇനി അധിക ദൂരമില്ല, പഹൽഗാം അടുത്ത് തുടങ്ങി. അതുപോലെ ഇത് അമർനാഥിലേക്കുള്ള യാത്രക്കാരുടെ, ഈ തീർത്ഥാടകർ പോകുന്ന വഴി കൂടിയാണ് ഈ റോഡ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അമർനാഥിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലൂടെ ഈ പോകുന്ന വഴിക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പഹൽഗാമിലേക്ക് എത്തി. പഹൽഗാമിൽ നിന്ന് നമുക്കിനി ഏതാണ്ടൊരു 6-6.5 കിലോമീറ്ററോളം നമുക്ക് പോകേണ്ടതുണ്ട് ബൈസൺ വാലിയിലേക്ക്. ബൈസൺ വാലി എന്ന് പറഞ്ഞാൽ ഇവിടെ മിനി സ്വിറ്റ്സർലൻഡ്, കാശ്മീരിൻ്റെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബൈസൺ വാലി. അവിടെയൊക്കെ നമുക്ക് നടന്നോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ആണ് പോകേണ്ടത്. വാഹനത്തിൽ പോകാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ ഈ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുതിരക്കാണ് പോകണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുതിരക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ ആളുകൾക്കും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കുതിരകളെയൊക്കെ സംഘടിപ്പിച്ച് ടീമായിട്ട് തന്നെ പോകാനാണ് പരിപാടി. പഹൽഗാം ടൗണാണിത്. ഇവിടെ കാര്യമായിട്ട് ടൂറിസ്റ്റുകളെ ആശ്രയിച്ചിട്ടുള്ള ഒരുപാട് ബിസിനസ് തന്നെയാണുള്ളത്. റെസ്റ്റോറൻറ്റുകളായും ഹോട്ടലുകളും പിന്നെ അതേപോലെ മൊബൈലിൻ്റെ ഷോപ്പുകളും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ ലിഡാർ വാലി എന്നുള്ള പേരുള്ള സ്ഥലത്ത് ടൂലിപ്പ് ഗാർഡനോട് ചേർന്നാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് വേണം നമുക്ക് കുതിരയിൽ ആ കാണുന്ന മലൻ്റെ അപ്പുറത്താണ്, ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ ബൈസൺ വാലി. പഹൽഗാമിലെ വിവിധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള വിവരണങ്ങളും അവിടേക്കുള്ള റേറ്റുകളും, ഹോഴ്സ് റൈഡിങ്ങിന് പോകുകയാണെങ്കിൽ അവിടേക്കുള്ള റേറ്റുകളൊക്കെയാണ് ഈ ഒരു ബോർഡിലുള്ളത്. അപ്പോൾ നമ്മളെ ഏതാണ്ട് എല്ലാവരും പോകാനുള്ള കുതിരകളെത്തി. അവരായിട്ടൊരു ബാർഗനിങ് നടന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല റേറ്റുകളാണുള്ളത്. 1500, 1000, ചിലപ്പോൾ നമ്മൾ നല്ലാതെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 500-നും 700-നൊക്കെ നമുക്ക് റൈഡ് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഞങ്ങൾ കുതിരകളെയൊക്കെ ബുക്ക് ചെയ്തു. ഒരു കുതിരക്കാരന് 2 കുതിര എന്നുള്ള നിലക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ കടിഞ്ഞാണ്, 2 കുതിരൻ്റെ കടിഞ്ഞാണ് ഒരു കുതിരക്കാരൻ്റെ കയ്യിലാവും. നമ്മളിത് ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറുന്നത്. എന്നെ സംബന്ധിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് കുതിരപ്പുറത്തിരുന്നൊരു ഫോട്ടോ എടുത്തിരുന്നല്ലാതെ ഇത്ര ദൂരത്തിലുള്ളൊരു കുതിരയാത്ര ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ ഇവർ നമുക്ക് കുതിരപ്പുറത്ത് കയറി കഴിഞ്ഞാൽ കുതിരേനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതും കുതിരപ്പുറത്തുള്ള യാത്രയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കയറ്റം കയറുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം, ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ ഇരിക്കണം, അതേപോലെ നിരപ്പായ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ എങ്ങനെ പോകണം, ഒരു കുതിര പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ബ്രേക്കും സ്റ്റിയറിങ്ങും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും യാത്ര തുടങ്ങി. ഇവർ 8 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഗൂഗിളിൽ മാപ്പിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ 6-6.5 കിലോമീറ്റർ നടക്കണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അവർ കുറേ
കുറുക്ക് വഴി കൂടെയൊക്കെ നമ്മളെ കൊണ്ടുകൊണ്ട് ഈ വഴി കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കുറച്ച് അപകടം നിറഞ്ഞ വഴികളൊക്കെയാണ് കുറുക്ക് വഴി. പക്ഷെ നമുക്ക് ഇരിക്കല്ലാതെ ഒരു രക്ഷയില്ല. കുതിരപ്പുറത്ത് ഇങ്ങനെ കയറി ഇരുന്ന് പോകുമ്പോൾ നമ്മളെ ജീവൻ നമ്മളെ കയ്യിൽ തന്നെയാണ്. ആ രീതിയിലാണ് പോകുന്നത്. പോകുന്ന പോക്കിൽ പിന്നെ 1-2 പേരൊക്കെ നമ്മളെ കൂട്ടത്തിൽ കുതിരപ്പുറത്തുനിന്ന് വീഴാനൊക്കെ പോയിട്ടുണ്ട്. അതിന് വലിയ പരിക്കൊന്നും ഇല്ലാതെ ഇപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ തുടർന്ന് പോവുകയാണ്. കുതിരകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കുതിരകൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ദിവസം ഇങ്ങനെ പോയി വഴിയൊക്കെ കാണാൻ പോകാനായിട്ട്. ഇതാണ് നമ്മുടെ കുതിരക്കാരൻ നജീബ്. ഇയാൾക്ക് കയ്യിൽ 2 കുതിരയാണ്. എൻ്റെ കുതിരയും അതേപോലെ പുറകിൽ കാണുന്ന കുതിരയും ഈ നജീബിൻ്റെ കൺട്രോളിലാണ്. പിന്നെ ഞാൻ പോണ കുതിര അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പഴക്കമുള്ള പ്രായമുള്ള കുതിരയാണ്. അതുകൊണ്ട് തന്നെ വഴിയൊന്നും പറഞ്ഞു കൊടുക്കുകയോ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നും വല്ലാതെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ കയറ്റം കയറി പോകുമ്പോൾ അവർ പറഞ്ഞ പോലെ പിന്നെ നമ്മളെങ്ങനെ ഇരിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആ രീതിയിൽ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. കുതിര നമ്മളെ കൊണ്ട് പിന്നെ നല്ല പരിചയമുള്ള ആളെന്നുള്ളതൊക്കെ നമ്മളെ കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും പിന്നെ ഒരു കയ്യിൽ കടിഞ്ഞാണൊക്കെ ഇട്ടേ ഷൂട്ടിങ് വളരെ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ്. ഞാൻ പല ദൃശ്യങ്ങളും നമുക്ക് വിചാരിച്ച പോലെ എടുക്കാൻ കഴിയും. വില്ലോ മരമാണ്. विल्लू इससे बैट बनती है जो क्रिकेट में खेलते हैं. അങ്ങനെ വില്ലോ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരുപാട് കാടുകളും സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ കുതിര സവാരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊരു കുറുക്ക് വഴിക്ക് കയറാനുള്ള പ്ലാനാണ്. കുറുക്ക് വഴി എന്ന് പറഞ്ഞാലൊക്കെ വളരെ ഡേഞ്ചറായിട്ടുള്ള എന്താ പറയുക, കല്ലൊക്കെ ഉരുണ്ട കല്ലും അതും ഇടവഴിയും ചളിയും ഒക്കെ കൂടിയുള്ളൊരു ഇടങ്ങേറ് പിടിച്ചൊരു വഴിയാണ് സംഭവം. ഇവർക്ക് നടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി എന്താണെന്നറിയില്ല. എന്തായാലും ഒരു കൊണ്ടുപോകുന്നത് കൂടെ പോവല്ല എന്നുള്ള വേറൊരു രക്ഷ നമുക്കില്ലല്ലോ. നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ വീഴാനൊക്കെ പോകണമൊക്കെ ഉണ്ട്. സംഭവം എന്തായാലും നമ്മുടെ കുതിരക്കാർ കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മൾ പോവില്ലാതെ വേറെ രക്ഷയില്ല. നമുക്ക് വഴി അറിയില്ല. കുതിരനെ ഓടിച്ച് പോകാനും വയ്യല്ല. എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. ഏതാണ്ട് ഇപ്പോൾ ഒരു 2-3 കിലോമീറ്ററോളം നമ്മളിപ്പോൾ പോന്നിട്ടുണ്ട്. പിന്നെ എന്തൊരു നമ്മൾ കുതിരൻ്റെ മുകളിൽ കുതിര നടക്കണം, നമ്മൾ കുതിരക്കാരും നടക്കണം, നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും ദൂരം കുതിരപ്പുറത്ത് ഇങ്ങനെ ഈ എന്താ പറയുക കുടിസായിട്ടുള്ള വഴിയും ഈ പിന്നെ എന്താ പറയുക മലയൊക്കെ കയറി ഇറങ്ങി ഒരു പോക്കന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ പോണ വഴിക്കുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടുന്ന് നമ്മൾ ആ കാണുന്ന മലേൻ്റെ അപ്പുറത്താണ് ജമ്മു ഉള്ളത്. ജമ്മു അതേപോലെ ശ്രീനഗറൊക്കെ ഈ കാണുന്ന മലേൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇവിടുന്ന് ആ മഞ്ഞ് മൂടിക്കിടക്കണ കാണുന്ന മലേൻ്റെ അവിടുന്ന് ഇപ്പുറത്ത് മല കയറി മറിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് പഹൽഗാമിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ പഹൽഗാമിലെ ബൈസറൻ വാലി കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൈൻ മരങ്ങളൊക്കെ ഉള്ള കാശ്മീരിലെ ഈ പഹൽഗാമിലെ മലൻ്റെ മുകളിൽ കൂടെ കുതിരപ്പുറത്ത് ഇങ്ങനെ മന്ദം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടുത്തെ രാജാവ് എന്താ കിരൺ സിംഗ്, ഇവർ പേര് കരൺ സിംഗോ എന്തായാലും രാജാവും പരിവാരങ്ങളൊക്കെ വേട്ടയാടാനും പിന്നെ വിശ്രമത്തിനൊക്കെ ആയിട്ട് വന്നിരുന്ന ഒരുപാട് പിന്നെ സ്ഥലങ്ങളും അതുപോലെ ഇവർ ഇങ്ങോട്ട് വിശ്രമത്തിന് വരുന്ന സമയത്ത് താമസിക്കുന്ന ഏരിയകളൊക്കെയാണ് ഇതെന്നാണ് നമ്മളെ കുതിരക്കാരനും ഗൈഡായിട്ടുള്ള നജീബ് പറഞ്ഞത്. ഇപ്പം ഈ സമയത്തൊക്കെ പോയി തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ അരുവികളും തോടുകളൊക്കെ ഇപ്പോൾ ഏതാണ്ടൊരു ഐസിൻ്റെ രൂപത്തിലാണ്, അങ്ങനെ സ്റ്റില്ലായിട്ട് കിടക്കുകയാണ്, ഫ്രീസായി കണ്ട. നമ്മൾ പോണ വഴിക്കൊക്കെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഫ്രീസായിട്ട് ഐസും കട്ടയായിട്ട് കിടക്കുകയാണ്. ആ കാണുന്ന ഭാഗത്ത് ആണ് അവർ ഈ രാജാവൊക്കെ വന്ന സമയത്ത് താമസിച്ച ചെറിയൊരു താമസ സ്ഥലം, അതായത് ചെറിയ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്.
ആ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പം നമ്മൾ മുമ്പായിട്ട് പോയി അവിടെ ബൈസൺ വാലിയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന ആളുകളൊക്കെ അവിടെ വിശ്രമിക്കണമൊക്കെ കണ്ടു. പിന്നെ ചില പാക്കേജുകളിൽ, അതായത് കുതിരപ്പുറത്ത് കൊണ്ടാണ് ചില പാക്കേജിൽ കൂടുതൽ പൈസ ചാർജ് ചെയ്യണ കുറച്ച് ആളുകൾ, അതായത് ആ റൈഡിന് കൂടുതൽ പൈസ വാങ്ങി കുറച്ചധികം സ്ഥലങ്ങൾ ഇതിലിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ മലേൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കാണാം. അപ്പോൾ പറഞ്ഞ പോലെ ഈ ഐസായി കിടക്കുന്ന പല അരുവികളുടെയും തോടിൻ്റെയും ഒക്കെ കരയിൽ കൂടിയാണ് നമ്മളെ കുതിര നമ്മളെയും കൊണ്ടിങ്ങനെ നടന്നു പോകുന്നത്. സംഭവം പറഞ്ഞ പോലെ വളരെ ദുർഘടമായിട്ടുള്ള വഴികൾ തന്നെയാണ്. വേരുകളും കല്ലുകളൊക്കെ പൊങ്ങിക്കണ ഈ ഒരു ചവിട്ട് വഴിയാണിത്. ഈ ചവിട്ട് വഴി കൂടിയാണ് ഈ കുതിര നമ്മളെയും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറിപ്പോകണം. ശരിക്കും നമ്മൾ കൊടുത്ത കൂലിയൊന്നും മതിയാവില്ല എന്നൊക്കെ തോന്നും. ഈ പോക്കുണ്ടല്ലോ നമ്മളെയും കൊണ്ട് ഈ കുതിരക്കാരൊക്കെ ഈ കുതിരയും കൊണ്ട് പോകണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംഭവം കഷ്ടപ്പാട് തന്നെയാണ്. അങ്ങനെ നമ്മളെ കുതിര നമ്മളെയും കൊണ്ട് ബൈസൺ വാലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ പടിപ്പുര. ഈ കവാടം കടന്നിട്ട് വേണം നമ്മൾ ബൈസൺ വാലിൻ്റെ, അതായത് പേൽഗാമിൽ കാശ്മീരിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന ബൈസൺ വാലിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ കൊണ്ടുവന്ന, അതേപോലെ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളെ മുമ്പ് വന്ന ആളുകളെ കൊണ്ടുവന്ന കുതിരകളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 20 മിനിറ്റാണ് സമയം പറഞ്ഞത് നമ്മുടെ കുതിരക്കാരൻ. 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ കൊണ്ട് എല്ലാ ഭാഗവും കണ്ടിട്ട് തിരിച്ച് ഈ കുതിരനെ പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ഫീസ് ഉണ്ട്. ആ ടിക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറണം. പിന്നെ ഗേറ്റിൻ്റെ അകത്ത് കയറുന്ന ഉടനെ തന്നെ ഒരുപാട് ഫുഡ് കോർട്ടുകളാണ്, തട്ടുകടകൾ പോലെ, നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ പോലുള്ള ഫുഡ് കോർട്ടുകളാണ്. നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ മതി. നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് അവർ കൊണ്ടുവന്ന് തരും. ഞാൻ ചെറുതായിട്ട് നമ്മുടെ മാഗി നൂഡിൽസും ഒരു കോഫിയും വാങ്ങി കഴിച്ചു. കാരണം രാവിലെ നമ്മൾ പോരുന്ന സമയത്ത് കഴിച്ചതാണ്. പിന്നീട് വരുന്ന വഴിക്കൊന്നും വണ്ടി നിർത്തിയിട്ടില്ല, ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ചെറുതായിട്ടൊന്ന് വിശപ്പ് കൈകാര്യം ചെയ്യാന്നുള്ള ധാരണയിൽ ചെറിയ നൂഡിൽസും ഒരു കോഫിയാണ് കഴിച്ചത്. അതേമാതിരി ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് സിപ്പ് ലൈൻ പോലെയുള്ള ഒരുപാട് അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കത് ഐറ്റം ഏതാണ് വേണ്ടത് വെച്ചാൽ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് അതിൽ കയറുക, എൻജോയ് ചെയ്യാം. ഈ ഹിമാലയത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള സൗകര്യവും ഈ ബൈസൺ വാലിയിലെ ഈ ഗ്രൗണ്ടിലുണ്ട്. കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസൺ വാലിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴോട്ടുള്ളൊരു വ്യൂ ആണത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കാഴ്ചക്കാരായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൽ ഇവിടെയുള്ളൊരു ചെറിയൊരു മസ്ജിദാണ്. വൈൻമരക്കാടുകളുടെയൊക്കെ നടുവിൽ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്കും ഇവിടുത്തെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ആയിട്ടുള്ള പള്ളിയായിരിക്കും ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബൈസൺ വാലി എന്നുള്ള കാഴ്ചകൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.